എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, 101-ാമത്തെ പാരഗ്രാഫ്, വിശുദ്ധ ഗ്രന്ഥം. അതിൻ്റെ ഉപവകുപ്പ് ഇതാണ്: ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം. ക്രൈസ്റ്റ് ഈസ് ദ യുണീക്ക് വേർഡ്. സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താനായി ദൈവം അവരോട് മാനുഷിക വാക്കുകളിൽ സംസാരിക്കുന്നു. സ്വന്തം നന്മയാൽ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം നന്മ. നമ്മൾ കേട്ടു ഇന്നത്തെ പ്രവചനത്തിൽ. എന്താ ദൈവത്തിൻ്റെ സ്വന്തം നന്മ എന്ന് പറയുന്നത്? ദൈവം നന്മ മാത്രമാണ്. എത്രത്തോളം തിന്മയിൽ നിന്ന് പോലും നന്മ ഉണ്ടാക്കുന്നവരാണ്. അത് CCC 412-ാമത്തെ ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. CCC 412 പറയുന്നു, വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത്, CCC 412, തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലുപരിയായി വർദ്ധിച്ചു. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദഗീതത്തിൽ എക്സോൾട്ടഡ്, അത് ഈസ്റ്റർ വിജിലിൽ പാടുന്ന ആ ഗീതം നാം ഇങ്ങനെ ആലപിക്കുന്നു: ഓഹോ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ആദത്തിൻപിഴ കാരണമാം മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ. അപ്പോൾ സ്വന്തം നന്മയാൽ, ദൈവത്തിൻ്റെ സ്വന്തം നന്മ എന്ന് പറയുന്നത് ആ സർവാതീത ശക്തിയാണ്. അങ്ങ് സർവേശ്വരനാണ്, സർവാധീപനാണ്, സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ. അതിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥം ഇതാണ്: ദൈവത്തിന് തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കാൻ കഴിയും. തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കാൻ കഴിയും. സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താനായി ദൈവം അവരോട് മാനുഷിക വാക്കുകളിൽ സംസാരിക്കുന്നു. മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന, മനുഷ്യൻ്റെ വാക്കുകളിൽ കൂടി, മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചസ്സുകൾ വാസ്തവത്തിൽ എല്ലാ രീതിയിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ്. നിത്യപിതാവിൻ്റെ വചനം എന്നാൽ അത് നിത്യപിതാവിൻ്റെ വചനം ആണ്. മാനുഷിക ബലഹീനതയുടെ മാംസം ധരിച്ചപ്പോൾ മനുഷ്യരോട് സാദൃശ്യമുള്ളവനായി തീർന്നതുപോലെയാണിത്. 63 ഡൈവർബം 2 വത്തിക്കാൻ സൂനദോസിലെ തിരുവചനത്തെക്കുറിച്ചുള്ള ഡൈവർബം പ്രമാണരേഖയിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി ഇത് പറയുമ്പോൾ ഒരു
അനുഭവം വരികയാണ്. ഒരിക്കൽ ഈ ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വർക്ക്ഷോപ്പ്, അത് നമ്മുടെ ഒരു ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ്ങിലൊക്കെ ചെയ്യണതാണ്, എങ്ങനെയാണ് ദൈവം സംസാരിക്കണത്. അപ്പോൾ ആ ധ്യാനത്തിൽ ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനമൊന്നും അങ്ങനെ കൂടാത്ത ഒരാൾ അതിനകത്ത് വന്നു പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൂട്ടിന് വന്നതാ. അദ്ദേഹം ഇതിലൊന്നും അധികം വിശ്വസിക്കുന്ന ആളല്ല. അത്യാവശ്യം പള്ളിയിലൊക്കെ പോകും, അത് അദ്ദേഹം പറയാനിടയായി. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. അപ്പം തന്നെ എല്ലാവർക്കും സംശയം, അതെങ്ങനെയാണ് കർത്താവ് സംസാരിക്കണമെന്ന് അറിയുക. അപ്പോൾ ഇദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നാണെന്നാ തോന്നണേ. അദ്ദേഹത്തിനോട് അദ്ദേഹം ഇന്നേ വരെ അങ്ങനെ ദൈവശബ്ദം കേട്ടിട്ടില്ല, ദൈവം മനുഷ്യരോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നുമില്ല, അങ്ങനത്തെ ഒരനുഭവമില്ല. അദ്ദേഹം ഒരുപാട് മറ്റ് മതങ്ങളുടെ എല്ലാം ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുകയും അതെല്ലാം റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്, എന്താ ഇത്ര വലിയ വ്യത്യാസം ക്രിസ്ത്യാനിക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉള്ള ആളാണെന്ന് അദ്ദേഹം പറയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു. ഞാനതൊന്ന് മിമിക്രി ചെയ്ത് കാണിക്കാൻ പോവാൻ കേട്ടോ. ഇങ്ങനെ സംസാരിച്ചു, എടാ പൗലോസേ, ഇനി എന്താ ഇതിൽ കൂടുതൽ നിനക്ക് വേണ്ടേ? ഞാൻ തന്നെയല്ലേ നിന്നോട് സംസാരിക്കണേ, നിനക്കിതെന്താ മനസ്സിലാവാത്തേ? ഇങ്ങനെ പുള്ളി പറയാണ്. അതേപോലെ ഇതെൻ്റെ ആ തൃശ്ശൂർ സ്ലാഗിൽ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവമേ, എൻ്റെ ഹൃദയം കോരിത്തരിച്ചു. എനിക്കെന്തെന്നില്ലാത്ത ഒരു ആനന്ദം. സത്യമായിട്ടും എൻ്റെ ഉള്ളിൽ ഈശോ തന്നെയാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അറിയുന്ന എൻ്റെ നാട്ടുഭാഷയിൽ ദൈവം എന്നോട് സംസാരിച്ചു. ഇത് പുള്ളിക്കും അങ്ങ് ഭയങ്കര അനുഭവമായി. ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ അതെല്ലാം എൻ്റെ അകത്തുനിന്ന് നിമിഷം കൊണ്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ വചസ്സിൽ മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ്. മാനുഷിക ഭാഷണത്തോട്. അപ്പോൾ ദൈവമാണ് സംസാരിക്കുന്നത്. പക്ഷെ ദൈവം നമ്മുടെ ആ ലോക്കൽ ഏറ്റവും വെർണാക്കുലറിൽ നമ്മളോട് സംസാരിക്കും. രണ്ടാം വത്തിക്കാൻ സൂനകദോസിലെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ ലിറ്റർജി, ഈ സുവിശേഷം എന്ന് മാത്രമല്ല ലിറ്റർജി മുഴുവനും അവനവൻ്റെ വെർണാക്കുലറിൽ തന്നെ അർപ്പിക്കാൻ ഉള്ള ഒരു വലിയ കണ്ടെത്തലാണ്. അതാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ വലിയ ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉത്തരേന്ത്യയിൽ പല ഭാഷകൾക്കും ലിപികളില്ല, അതുപോലെയുള്ള വെർണാക്കുലറാണ്. എന്നാലും അതിൽ പോലും അവർ ലിപികളുണ്ടാക്കി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആരംഭിച്ചു. അതല്ലെങ്കിൽ നമ്മൾ പണ്ട് ലാത്തീനിലും സുറിയാനിയിലും ഇങ്ങനെയുള്ള ആ ഭാഷകളിൽ മാത്രമാണല്ലോ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ദൈവം ഓരോരുത്തരുടെയും സാധാരണ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി അതാണ് മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചസ്സുകൾ മനുഷ്യൻ്റെ അല്ല, അതിൻ്റെ ഉള്ള് മനുഷ്യൻ്റെ അല്ല, ദൈവത്തിൻ്റെ സന്ദേശമാണ്. പക്ഷെ അത് മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചസ്സുകൾ.
വാസ്തവത്തിൽ എല്ലാ രീതികളിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്മ്യമുള്ളവയാണ്. നിത്യപിതാവിൻ്റെ വചനം മാനുഷിക ബലഹീനതയുടെ മാംസം ധരിച്ചപ്പോൾ മനുഷ്യരോട് സാദൃശ്യമുള്ളവനായി തീർന്നത് പോലെയാണിത്. അപ്പോൾ ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം എപ്പോൾ മുതലുള്ളതാണ്? നിത്യപിതാവിൻ്റെ വചനം ആ ലോകസ്ഥാപനത്തിന് മുൻപ് മുതലുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപ് ഉണ്ടായിരുന്നത്? പിതാവിനോടൊപ്പം വചനമായിട്ട്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഇപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് ശരിക്ക് പഠിക്കുകയാണ് നമ്മൾ. 102-ാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോഴാണ് ഇനി ഇതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളിൽ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്. ഈ ബൃഹത്തായ വിശുദ്ധ ഗ്രന്ഥം മുഴുവനിലൂടെയും ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്. തൻ്റെ അനന്യവചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. 64 പറയുന്നത് എബ്രായർ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴിയായി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ അവൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ആരാണ് ഈ അവൻ? അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അപ്പോൾ ആ അവൻ ആണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം കാണുന്നത്. ആദിയിൽ വചനമുണ്ടായി. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. കണ്ടോ, അവൻ. അപ്പോൾ അവിടെ പറയുന്ന അവൻ എന്നത് വചനമാകുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഉടനെ 2-ാമത്തെ വചനത്തിൽ വ്യത്യാസം വന്നേക്കുന്നുണ്ടോ? അവിടെ ഒരു സഡൻ അപ്ഗ്രേഡിങ്. അവൻ ഇത്ര നേരവും വചനം എന്ന് പറഞ്ഞത് അടുത്ത് പറയുന്നത് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അതാണ് ഇരുളും പ്രകാശവും. അപ്പോൾ ഇവിടെ നമ്മളൊരു പക്ഷേ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഉടനെ അതിൻ്റെ ഹിന്ദി ഭാഷ പറയുന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചതും ഒരു ഭയങ്കര ചേഞ്ച് എൻ്റെ ആത്മീയതയിലുണ്ടായത് ഈ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലായപ്പോഴാണ്. അത് ഹിന്ദി ബൈബിൾ വായിച്ചപ്പോഴാണ്. അതിൽ പറയുന്നത്
ആദിയിൽ വചനം എന്ന് പറയുന്ന, നമ്മൾ വചനം എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ എഴുതിയ ഒരു വാക്കായിട്ടാണ് സാധാരണ നമ്മുടെ മനസ്സിൽ തങ്ങുന്നത്. എന്നാൽ അവിടെ പറയുകയാണ് ആദിയിൽ, ആദിമേം ശബ്ദ था, शब्द 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 ईश्वर के साथ था, शब्द ईश्वर ही था. शब्द सब कुछ उसके द्वारा बना गया, वह ईश्वर के साथ था. वह अवन आदि में शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, वह ईश्वर के साथ था. सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना. उसमें जीवन था, उस जीवन इंसान का ज्योति था. उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. അതോടൊപ്പം എന്നെ ആകർഷിച്ച മറ്റൊരു വാക്കാണ് സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. ശ്രവണത്തിലൂടെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വാക്ക് സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ, ഉത്പന്ന ഹോത്താ ഹൈ. അങ്ങനെ ഞാൻ വചനം ശ്രവിക്കാൻ തുടങ്ങി. വായിച്ചാൽ മാത്രം പോരാ, വായിക്കുകയാണെങ്കിൽ തന്നെ ഉച്ചത്തിൽ വായിക്കണം. അപ്പോൾ അത് നമ്മുടെ കണ്ണിലൂടെ ഒരു ഓപ്റ്റിക്കൽ സ്കാനിങ് പോലെ കണ്ണിലൂടെ അകത്ത് കയറി നമ്മുടെ സിസ്റ്റത്തിലൂടെ വന്ന് അത് നമ്മുടെ അധരത്തിലൂടെ ഓഡിയോ ആയിട്ട് മാറും. ആ ഓഡിയോ ആയിട്ട് മാറുന്ന ആ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ അകത്ത് പ്രവേശിക്കും. അങ്ങനെയാണ് ഹൃദയത്തിൽ വചനം കയറുന്നത്. മനസ്സിലായോ? കണ്ണുകളിലൂടെ വായിച്ചു, അത് അധരത്തിലൂടെ പുറത്തു വന്നു, ശബ്ദമായി കൺവെർഷനായി. കണ്ടോ, ഓപ്റ്റിക്കൽ സ്കാനിങ് ആയിരുന്നു, അത് ഓഡിയോ ആയി പുറത്തു വന്നു, അത് ശബ്ദമായി പുറത്തു വന്നു. ആ ശബ്ദം കാതുകളിലൂടെ അകത്ത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതാണ് റോമർ 10:7. ക്രിസ്തു, മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടത് കൊണ്ട് പ്രയോജനമില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. എന്നിട്ട് ഞാൻ തന്നെ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറിൽ ഇത് വചനം റെക്കോർഡ് ചെയ്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഇവൻ ഉറങ്ങുമ്പോഴും ആ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വയ്ക്കും. കാരണം നമ്മുടെ കാതും മനസ്സും എല്ലാം ഉറങ്ങുമ്പോഴും വളരെ ശാന്തമായിട്ട് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അലാറം അടിക്കണത് കേൾക്കണേ. ഉറങ്ങണ അലാറം വെച്ചിട്ട് എന്താ, അലാറം അടിക്കണത് കേട്ട് നമ്മളെ അടിക്കുന്നു. അതായത് നമുക്ക് കേൾക്കാം, ഉറങ്ങുമ്പോഴും നമുക്ക് കേൾക്കാം, ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. എന്തെല്ലാം ഇങ്ങനത്തെ സൂത്രങ്ങളെല്ലാം ചെയ്തു എന്നറിയാമോ? വിശ്വാസം വർദ്ധിക്കാൻ. ഇപ്പോഴും എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ 2 പ്രാർത്ഥന. ഒന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കണേ, ജ്ഞാനം വർദ്ധിക്കണേ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളിൽ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തൻ്റെ അനന്യവചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. എബ്രായർ 1 മുതൽ 3 വരെയുള്ളത്. തുടർന്ന് ഇവിടെയും സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രബോധനമാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ ഒരു വചനം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിതമായിരിക്കുന്നെന്ന കാര്യം അങ്ങ് ഓർക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാം അധരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത് ഈ ഒരേ ഒരു വചനം തന്നെയാണ്. ആരംഭം മുതലേ ദൈവത്തോട് കൂടി ദൈവമായിരുന്നവന് വേറിട്ട ശബ്ദങ്ങളുടെ ആവശ്യമില്ല. കാരണം
അവൻ കാലത്തിന് അതീതനാണ്. അവൻ കാലത്തിന് അതീതനാണ്. അതാണ് ആദിയിൽ ഉണ്ടായിരുന്ന വചനം അനന്യവും അനന്തവുമാണ്, എറ്റേണലാണ്, കാലത്തിന് അതീതനാണത്. അതാണ് എബ്രായരിൽ നമ്മൾ കേട്ടത്, അവൻ ഇപ്പോൾ എവിടെയാ? ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കണം. ആര്? ആ വചനം. എന്നാൽ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം സംഭവിച്ചു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും അത് അങ്ങനെ പറയേണ്ടി വരും. ആ വചനം മനുഷ്യനായി അവതരിച്ചു. 30 വർഷം രഹസ്യജീവിതം നടത്തി ആ വചനം 3 വർഷം പരസ്യജീവിതം നടത്തി. ആ വചനം 3 ദിവസം വിസ്മരണീയമായി ഈ രക്ഷാകര പദ്ധതികളെല്ലാം നടപ്പാക്കി. ആ വചനം ഉയർത്തെഴുന്നേറ്റു. ആ വചനം സ്വർഗാരോഹണം ചെയ്തു. ആ വചനം പന്തക്കുസ്തായിലൂടെ വീണ്ടും മനുഷ്യരിലേക്ക് വന്നു. ആ വചനം പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ വചനം ആകുന്ന ക്രിസ്തു. ഇനി ഇവിടെ നമ്മൾക്ക് 102-ാമത്തെ ഖണ്ഡികയുടെ മാർജിനിൽ ഉള്ള 2 പാരഗ്രാഫുകൾ, ഒന്ന് 2763 65 കർത്തൃപ്രാർത്ഥന പഠിച്ചപ്പോൾ എല്ലാം വായിച്ചതാണല്ലോ. കർത്തൃപ്രാർത്ഥന എല്ലാ ലിഖിതങ്ങളും നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എമ്മാവൂസിലേക്ക് പോകുന്ന സമയത്ത് ലൂക്കായുടെ സുവിശേഷം 24:44 ഈശോ പറഞ്ഞു, എന്നെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. ഉണ്ടോ? എല്ലാ ലിഖിതങ്ങളും, പഴയ നിയമത്തിലുള്ള എല്ലാ ലിഖിതങ്ങളും യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം ഈ സദ്വാർത്തയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ സദ്വാർത്തയാണ് പൂർത്തിയാക്കപ്പെട്ടത്. യെശയ്യാ 7:14 എഴുതി, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇന്നലെ ഹോളി ഫാമിലി തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. ആ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ അവസരത്തിൽ ലത്തീൻ ആരാധനാക്രമത്തിലെ വായന, ഈശോയും മാതാവും കുഞ്ഞിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചെല്ലുകയും ആ സമയത്ത് ശിമയോൻ എന്ന ആ മഹാത്മാവ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. ആ ശിമയോൻ എന്ന മഹാത്മാവ് വന്നു. എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം? ഇനി എനിക്ക് സമാധാനത്തിൽ പോകാം, എനിക്കിനി മരിക്കാം. കാരണം പരിശുദ്ധാത്മാവ് അരുളി ചെയ്തിരുന്ന പോലെ എൻ്റെ രക്ഷകനെ ഞാൻ മുഖാമുഖം കാണുന്നു എന്നുള്ള ആശയം. അപ്പം അതിനെക്കുറിച്ച് ഒരൈതിഹ്യമുള്ളത് ഇങ്ങനെയാണ്. ഈ പഴയ നിയമം പുസ്തകങ്ങളെല്ലാം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനാണ് സെപ്റ്റോജെറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റോജിറ്റ്. ഈ സെപ്റ്റോജിറ്റ് എന്ന് പറഞ്ഞാൽ 70 എന്നുള്ള അർത്ഥമാണ്. 70 എന്നുള്ള അർത്ഥം ഉണ്ടാകാൻ കാരണം 70 പ്രസിദ്ധരായ, വിദഗ്ധരായ, ആത്മീയരായ എബ്രായരെ കൊണ്ട്, ഗ്രീക്ക് അറിയാവുന്ന എബ്രായരാണ് ഒരുമിച്ച് പല സ്ഥലങ്ങളിലിരുന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ടോളമിയുടെ കാലഘട്ടത്താണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അവിടെ എംപറർ ടോളമിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അതിൽ ആ 70 പേരിൽ ഒരാളായിരുന്നു ഈ ശിമയോൻ. അദ്ദേഹം വളരെ ആത്മീയ വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ദേവാലയത്തിലുണ്ടായിരുന്ന ശിമയോൻ
അന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പോൾ അതാണ് എബ്രായ ഭാഷയിലായിരുന്നു അതൊക്കെ ഒറിജിനൽ. അതിൽ നിന്ന് ഗ്രീക്കിലേക്ക് വന്നു. അദ്ദേഹത്തിന് തോന്നി കന്യക എങ്ങനെ ഗർഭം ധരിക്കുക, കന്യക ഗർഭം ധരിക്കും എന്ന് എഴുതുന്നതിന് പകരം അദ്ദേഹം വേറൊരു വാക്ക് എഴുതാൻ വിചാരിക്കുകയായിരുന്നു. കന്യക ഗർഭം ധരിക്കുമെന്ന് പറയുന്നതിന് പകരം ഞാനിപ്പോൾ മറന്നുപോയി വേറൊരു വാക്ക് എഴുതാൻ വിചാരിക്കുകയായിരുന്നു ഗ്രീക്കിൽ. അപ്പോൾ അദ്ദേഹത്തിനൊരു ദിവ്യ ദർശനം ഉണ്ടായി. അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇല്ല, കന്യക തന്നെ ഗർഭം ധരിക്കും. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ആ കുഞ്ഞിനെ കണ്ടിട്ടേ നീ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് കേട്ടിട്ട് അദ്ദേഹം അത് തന്നെ ആ വാക്ക് തന്നെ എഴുതി, കന്യക എന്നുള്ള അർത്ഥം തന്നെ എഴുതുകയും അന്ന് മുതൽ അദ്ദേഹം കാത്തിരിക്കണതാണ് ആ കന്യക ഗർഭം ധരിച്ച് ആ പുത്രനെ കാണാനായിട്ട്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കണ്ടോ, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. എന്ത് കോണ്ടസ്റ്റിലാണ് പരിശുദ്ധാത്മാവ് അത് പറയാനിടയായത് എന്നുള്ള ഒരു ഐതിഹ്യമാണ്. അപ്പോൾ നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും യേശുവിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം ഈ സദ്വാർത്തയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രഘോഷണം വിശുദ്ധ മത്തായി ഗിരിപ്രഭാഷണത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന ഈ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥന ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണ്, സെൻട്രൽ പോയിന്റ്. അതായത് 5, 6, 7 3 അധ്യായങ്ങളിൽ 3-ാമത്തെ അധ്യായമാണ് ഈ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന. ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് കർത്താവ് കനിഞ്ഞു നൽകിയ ഓരോ യാചനയും പ്രകാശിതമാകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് കനിഞ്ഞു നൽകിയ ആ കർത്തൃപ്രാർത്ഥനയുള്ള 7 യാചനകളെക്കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് പറയുകയാണ്, കർത്തൃപ്രാർത്ഥനയാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നമുക്ക് ന്യായമായി ആഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്ന് മാത്രമല്ല, അവ ആഗ്രഹിക്കേണ്ട ക്രമത്തിൽ ചോദിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നാം എന്ത് ചോദിക്കണമെന്ന് മാത്രമല്ല, ഏത് ക്രമത്തിൽ അവ ആഗ്രഹിക്കണമെന്നും പഠിപ്പിക്കുന്നു. ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഇനി ആരെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഈ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് പഠിക്കണം. ഏതാണ്ട് 100ഓളം ക്ലാസ്സുകളുണ്ട്. 65 അവിടെ ദൈവം തൻ്റെ വചനത്തിൽ സർവ്വതും സംസാരിച്ചിരിക്കുന്നു. ആൾറെഡി സംസാരിച്ചിരിക്കുന്നു. അതിൻ്റെ മുഖ്യ ശീർഷകം യേശുക്രിസ്തു എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥനും പൂർണ്ണതയുമാണ്. യേശുക്രിസ്തു ദൈവർഭം 2 എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥനും പൂർണ്ണതയുമാണ് യേശുക്രിസ്തു. എന്നിട്ട് വീണ്ടും എബ്രായരാണ് തുടക്കം. 65 പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, in earlier time God spoke to us partially. ദൈവം പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിച്ചിരുന്നത് അതിൻ്റെ പൂർണ്ണതയിലല്ല. ഇറ്റ് വാസ് പാർഷ്യലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ പാർഷ്യൽ എന്നുള്ള വാക്ക് കാണുന്നില്ല.
അപ്പം പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. കണ്ടോ, അദ്വിതീയനുമായ വചനമാണ്. അദ്വിതീയം എന്നല്ല, അദ്വിതീയൻ. അല്ലോ, വചനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. അവനിൽ ആരിൽ? ആ വചനത്തിൽ ദൈവം സർവ്വതും സംസാരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും അത് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വചനത്തെ അവൻ എന്ന് പറയുന്നത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മനസ്സിലാക്കി. അതിൽ വചനം ഉണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെയാണ് അതിൻ്റെ പ്രധാന ഒരു ടേണിംഗ് പോയിന്റ്. ഇവിടെ കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നതെല്ലാം മനുഷ്യനായിത്തീർന്ന ദൈവപുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു ആരായിരുന്നു? വചനമായിരുന്നു. പിതാവിൻ്റെ ഏകവും പരിപൂർണവും അദ്വിതീയനുമായ വചനമാണ്. എബ്രായർ 11:3 ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടതും, ശ്രദ്ധിക്കണേ അടുത്തത്, കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. വിഷമിക്കേണ്ട. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹായിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ആ വിശ്വാസം, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞില്ലേ, ഓ ലോർഡ് ഗിവ് മീ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഐ മേ ബിലീവ് സോ ദാറ്റ് ഓ ലോർഡ് ഗിവ് മീ ബിലീവ് സോ ദാറ്റ് ഐ മേ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? ഈ പ്രപഞ്ചം, ഈ ദൃശ്യമായ സകലതും അദൃശ്യമായ വചനത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഓ, എന്തോ ഒരു വലിയ കാര്യം. നമ്മളിത് പല പ്രാവശ്യം കേട്ട വചനമാണെങ്കിലും ഒന്ന് മനസ്സിലാക്കിയേ, ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ, ഈ മനോഹരമായ സൃഷ്ടിപ്രപഞ്ചം, ഈ പൂന്തോട്ടങ്ങൾ, ഈ കടൽ, ഈ കര, അതിലുള്ള എല്ലാ സസ്യലതാദികളും, ഇതെല്ലാം കാണപ്പെടുന്നവയാണ്. പക്ഷേ ഇതിനെ സൃഷ്ടിച്ചതോ കാണപ്പെടാത്ത, ഇൻവിസിബിൾ വേർഡ്, കാണപ്പെടാത്ത വചനം. ആ കാണപ്പെടാത്ത വചനം യേശു ആകുന്നു എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പോൾ അത് വിശ്വസിക്കുന്നതിലാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി നമുക്കുണ്ടാകണത്. ആ പാട്ടാണ് വരുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. സർവ്വതും അവനിൽ ദൈവം സർവ്വതും സംസാരിച്ചിരിക്കുന്നു. ഈ വചനമല്ലാതെ മറ്റൊരു വചനം ഇനി ഉണ്ടാകില്ല. ഇനി കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ മറ്റനേകരെ പോലെ എബ്രായർ 1:12 തന്നെ വീണ്ടും പറയാണ്, ആകർഷകമാം വിധം. എബ്രായർ 1:12 1 മുതൽ 2, 1-2. എബ്രായർ 1:1-2, അത് 12 എന്ന് പറഞ്ഞു പോയി, ക്ഷമിക്കണം. ആകർഷകമാം വിധം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ ഏകനും അനന്യനുമായ പുത്രനെ
നമുക്ക് നൽകിക്കൊണ്ട് ദൈവം ഈ ഏകവചനത്തിൽ നമ്മോട് എല്ലാം എന്നേക്കുമായി സംസാരിച്ചിരിക്കുന്നു. ഇനി വേറൊന്നും സംസാരിക്കാൻ അവിടത്തേക്കില്ല. കാരണം മുൻപ് പ്രവാചകന്മാരോട് പല അംശങ്ങളായി അവൻ സംസാരിച്ചവ ഇപ്പോൾ തൻ്റെ പുത്രനെ പൂർണ്ണമായി നൽകിക്കൊണ്ട് നമ്മോട് പൂർണ്ണമായി സംസാരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അതിനാൽ ആരെങ്കിലും, അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം ഇതാണ്. ഈ പുത്രനെ നമുക്ക് കിട്ടിയിരിക്കുന്നതിലൂടെ ഈ വചനത്തിൻ്റെ മുഴുവൻ പൂർണ്ണതയും അതിൽ ഉൾക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും ദൈവത്തോട് അന്വേഷിക്കുകയോ ഏതെങ്കിലും ദർശനമോ വെളിപാടോ അഭിലഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വം പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തെ അയാൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത് തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ ക്രിസ്തുവിൽ എല്ലാ ദർശനവും എല്ലാ വെളിപാടും പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ വേറൊരു വെളിപാടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഈ വെളിപാട്, ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് അത് കാണാതെ അതറിയാതെ നമ്മൾ അയ്യോ എനിക്ക് ആ വെളിപാട് തരണേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു മൂഢത്തരം പോലെയാണ്. കാരണം നമുക്ക് ഈ വെളിപാടുകളെല്ലാം അടങ്ങുന്ന ക്രിസ്തു നമ്മളിൽ തന്നെ ഉണ്ട്. സകലതും എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ അയാൾ മറ്റെന്തെങ്കിലും പുതുമ അന്വേഷിച്ച് പോകുന്നു. അതാണ് മൂഢത്തരം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് വേർഡ്. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ. അതാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ, ആദ്യഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചു ക്രിസ്റ്റോസെൻട്രിക് ടീച്ചിങ്, കാറ്റെക്കെസിസ് ട്രെഡന്തേ, മതബോധനം ഇന്ന് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ വിശ്വാസ പ്രബോധനം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തു ആകുന്ന ഏക വചനത്തിലൂടെയാണ് ഇതെല്ലാം വെളിപാടുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ തൻ്റെ സൃഷ്ടികൾ ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ, ഇത് പണ്ടും പറഞ്ഞപ്പോൾ തെറ്റിയതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ അയാൾ മറ്റെന്തെങ്കിലും പുതുമ അന്വേഷിച്ചു പോകുന്നു. 27 സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്, അസെൻറ്റ് ടു മൗണ്ട് കാർമൽ. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഈ ക്ലാസ് സമാപിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്ന് കേട്ടത് ക്രിസ്തുവാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം. സകലതും ദൈവം നമ്മോട് സംസാരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. മനുഷ്യൻ്റെ ഭാഷകളിൽ കൂടി എന്നാൽ അത് സംസാരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ് അതിലൂടെ സംസാരിക്കപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകൾ കൂടി എല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തൻ്റെ അനന്യവചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ ആവിഷ്കരണങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി നമ്മളിതിനെ പഠിക്കണം. നമുക്ക് നന്ദി പറയാം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ ക്രിസ്മസിൻ്റെ ഈ സമയത്ത് നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മൾ ലത്തീൻ ആരാധനക്രമത്തിൽ ക്രിസ്മസിലെ ഒരു വായന ഇതായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 18 വരെയുള്ള വചനമായിരുന്നു വായിച്ചത്. വചനത്തെക്കുറിച്ചാണ് വായിച്ചത്. വചനം തന്നെയാണ് ക്രിസ്തു. ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു.